ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴം നിറച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന രീതിയാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ക്യാഷ്നട്ട് ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 4 പഴം വെച്ചാണ് ഉണ്ടാക്കുന്നത്. അതിന് 1/4 കപ്പ് തേങ്ങ കറക്റ്റ് അളവാണ്. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് അളവാണ്, 1.5 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം 1 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കാം. പൊടിയായാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഞാനിപ്പോൾ 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. തൊലി കളഞ്ഞെടുത്ത ശേഷം നമുക്കിതൊന്ന് നടുഭാഗം ഒന്ന് കീറിയെടുക്കണം. കീറിയെടുക്കുമ്പോൾ പൊട്ടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കൈ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് കൂടുതൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് നിറച്ച് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് തന്നെ നിറച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടുതൽ കട്ടിയാവാനും പാടില്ല, കൂടുതൽ ലൂസായി പോകാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമ്മൾ ഫില്ലിങ് വെച്ച ഭാഗത്തേക്ക് ഇത് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് മീനൊക്കെ ഫ്രൈ ചെയ്യുവാൻ എടുക്കുന്ന അത്രയും ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഭാഗം ഓയിലിലേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗവും തിരിച്ചു മറിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് തന്നെ പഴം നിറച്ചത് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്